ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സീസൺ ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ലോ ആണ് ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അതിന് കുറച്ച് ഡിറ്റർമിനൻസ് ഉണ്ട്. താഴെ പറയുന്ന ഈ ഒരു ഫാക്ടേഴ്സ് ഡിറ്റർമിനൻസിൻ്റെ ബേസിലാണ് ആ ഒരു ലോ അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. മേജറായിട്ടുള്ള ഈ ഒരു ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ ശേഷം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആൻഡ് റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ്. റിലേറ്റഡ് പറയുമ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് അതും ഒരു ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് കൺസ്യൂമേഴ്സ് ഇൻകം. ഓക്കെ, വാങ്ങുന്നവരുടെ ഇൻകം. കൺസ്യൂമേഴ്സ് ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ എക്സെട്ര. ദെൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ. കൺസ്യൂമേഴ്സിന് ആ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ചസ്, ഫ്യൂച്ചറിൽ പ്രൈസ് കൂടുമോ കുറയുമോ എന്നുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ്. ദെൻ ഡെമോൺസ്ട്രേഷൻ ഇഫക്ട്സ്. പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇതൊക്കെ എന്താണ് ലോ ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിറ്റർമിനൻസ് ആണ്. നമുക്ക് ഈ ഓരോ ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. മോസ്റ്റ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഡിമാൻഡ്. പ്രൈസാണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, ആൻഡ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. സോ ജനറലി ആസ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ അസ്യൂമിങ് ഓൾ അതർ ഫാക്ടേഴ്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഓർ മറ്റ് ഫാക്ടേഴ്സുകൾ, മറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സുകൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, ആൻഡ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഇതാണ് ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ്, പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ കൺസ്യൂമേഴ്സ് ഇൻകം. ഓക്കെ, അതായത് ഒരു നോർമൽ ഗുഡ്സ് ആണെങ്കിൽ ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ എന്താണ്, ഇൻകം കൂടുമ്പോൾ അവരുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഇൻകം കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യും, കൂടുതൽ കൺസ്യൂം ചെയ്യും. നമ്മുടെ ഇൻകം കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കൺസംഷൻ റെഡ്യൂസ് ചെയ്യുന്നു ഫോർ എ നോർമൽ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്, ഇൻകം കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയ്ക്കുകയാണെങ്കിൽ അത്തരം ഗുഡ്സ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം, ഇത് രണ്ടും ഡിറ്റർമിനൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡാണ്, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ തേർഡ് ഡിറ്റർമിനൻ്റ് ആണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതായത് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ പ്രൊഡക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സുകൾ ഉണ്ടാവും. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട്. ഈ രണ്ട് ഗുഡ്സിൻ്റെയും പ്രൈസിലുണ്ടാകുന്ന ഡിഫറൻസസ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നവയാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? ഇഫ് ദ പ്രൈസസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദ ഒറിജിനൽ ഗുഡ് മേ ഇൻക്രീസ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന എക്സാമ്പിൾസ് ആണ് ആപ്പിൾ, ഓറഞ്ച്, ടീ, കോഫി. അപ്പോൾ ആപ്പിളിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഓറഞ്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, ഓറഞ്ചിൻ്റെ ഡിമാൻഡ് കൂടും. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അടുത്തതിൻ്റെ ഡിമാൻഡ് കൂടുകയാണ്. ഇതിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ട് നമ്മൾ മറ്റ് പ്രൊഡക്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ടീ, കോഫി അതൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഇഫ് ദ പ്രൈസസ് ഓഫ് ദ കോഫി റൈസസ് പീപ്പിൾ മൈറ്റ് സ്വിച്ച് ടു ടീ. ആളുകൾ എന്താണ്, ടീയിലോട്ട് അവരുടെ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ പ്രൈസസ് ഓഫ് എ കോംപ്ലിമെൻ്ററി ഗുഡ് ഇൻക്രീസസ് ദ ഡിമാൻഡ്സ് ഫോർ ദ ഒറിജിനൽ ഗുഡ് മേ ഡിക്രീസ്. അതായത് കോംപ്ലിമെൻ്ററി ഗുഡ്സിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഷൂ, സോക്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചാർജർ. ഇപ്പോൾ ഷൂ, സോക്സ് പറയുന്നത് ഷൂവിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഈ ഷോക്സിൻ്റെ എന്താണ് ഡിമാൻഡ് കുറയുന്നു. കാരണം ഇതുണ്ടെങ്കിലേ മറ്റതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം ടൈപ്പ് ഓഫ് ഗുഡ്സുകളാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഒന്നിൻ്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കേസിൽ എന്തായിരുന്നു, ഒന്നിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അടുത്തതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്, ആളുകളിലൊക്കെ സ്വിച്ച് ചെയ്യുമ്പോൾ. കോംപ്ലിമെൻ്ററിൻ്റെ കേസിൽ ഓപ്പോസിറ്റാണ്. ഒരു സാധനത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അവിടെ കൂടുകയാണെങ്കിൽ അടുത്തതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിറ്റർമിനൻ്റ് ആണ് കൺസ്യൂമേഴ്സ് ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് ഫാഷൻ.
അതായത് ഒരു കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസിലൊക്കെ ഡിഫറൻസ് വരികയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും കൂടുകയൊക്കെ ചെയ്യും. അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറച്ച് കൊടുത്താൽ നമ്മൾ കൂടുതൽ അത് കൺസ്യൂം ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ആ ഒരു ഫാഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ആളുടെ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് അതിൻ്റെ വില കുറഞ്ഞാലും കൂടുതൽ നമ്മൾ അതിനനുസരിച്ചാണ് പർച്ചേസ് ചെയ്യുക. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫാഷനൊക്കെ പോയിട്ടുള്ള ഒരു ക്ലോത്തിങ് ഒക്കെ ആണെങ്കിൽ എന്താണ് വില കുറഞ്ഞാലും നമ്മളത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടില്ല എന്നുള്ളതാണ്. സോ അതും എന്താണ് ഈ ഒരു ഡിറ്റർമിനൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. Then fifth one is consumer expectations. Expectation about future prices, income or product availability can affect current demand. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് അത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യും. ഓക്കെ, വില കൂടിയാൽ ഇന്ന് നമ്മളത് പർച്ചേസ് ചെയ്യും, കാരണം നാളെ ഇതിനേക്കാൾ വില കൂടാൻ ചാൻസ് ഉണ്ട് എന്നൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് വരികയാണെങ്കിൽ ഓക്കെ, അത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് വില കൂടുന്നതാവാം കുറയുന്നതാവാം, അതിനനുസരിച്ച് ലോ ഓഫ് ഡിമാൻഡിന് ഒരു എക്സെപ്ഷൻ പോലെ തന്നെ ഒരു ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ്. അത് പ്രൈസിൽ മാത്രമല്ല, ഇൻകത്തിലാവാം, പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയിൽ ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ് ആവാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് ബയേഴ്സ്. An increase in the number of potential buyers in the market will generally leads to an increase in demand. അതായത് ബയേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് ഡിമാൻഡ് കൂടും. കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. സോ ഇവിടെ എന്താണ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ബയേഴ്സ് ഇൻക്രീസ് ആകുമ്പോൾ ആളുകൾ കൂടുതൽ വരുമ്പോൾ അവരുടെ ഡിമാൻഡും കൂടുന്നതാണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബയേഴ്സ് ഒരു മാർക്കറ്റിലുണ്ട് എന്നുള്ളത് അവിടുത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. Then next one ആണ് advertising and marketing. Effective advertising can create or shift demand by influencing consumer preference and perceptions. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ അവരുടെ പ്രിഫറൻസസിനെ അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷനെയൊക്കെ മാറ്റാനും അതുവഴി ഡിമാൻഡ് കൂടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിറ്റർമിനൻറ്റ് തന്നെയാണ് എന്ത് അഡ്വർടൈസിങ്ങും മാർക്കറ്റിംഗ്. നമ്മൾ ഏത് രീതിയിൽ അതിനെ അഡ്വർടൈസ് ചെയ്യുന്നു, ഏത് രീതിയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് പോളിസീസ്. Government regulations, taxes or subsidies can also affect the demand for certain goods. അതായത് ചില ഗുഡ്സിൻ്റെയൊക്കെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഗവൺമെൻറ് റെഗുലേഷൻസ്. ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ ആണെങ്കിലും ടാക്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാക്സ് കുറക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് കുറയും, ടാക്സ് കുറക്കുമ്പോൾ പ്രൈസ് കുറയും. സോ അത് ഡിമാൻഡ് കൂട്ടും. അത്തരത്തിൽ ഗവൺമെൻറ് റെഗുലേഷൻസ്, ടാക്സസ്, സബ്സിഡീസ് ഗവൺമെൻറ് കൊടുത്തു കഴിയുമ്പോൾ സാധനത്തിൻ്റെ പ്രൈസ് കുറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമ്മളിപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡായിട്ട് പറഞ്ഞു. ഈ ഓരോ പോയിൻറ്റ്സും എന്താണ് ഡിമാൻഡിനെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഡിറ്റർമിനൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. അതിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, റിലേറ്റഡ് പ്രൊഡക്ട്സിൻ്റെ പ്രൈസ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം, അവരുടെ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ, ഇൻകത്തിലോ അല്ലെങ്കിൽ പ്രൈസ്, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ്. ദെൻ ആളുകളുടെ ടേസ്റ്റ് പ്രിഫറൻസ്, ഫാഷൻ, അതിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ച്, ഗവൺമെൻറ് റെഗുലേഷൻസ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ ബേസിലാണ് ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെ വരുന്നു, അതിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിറ്റർമിനൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കൊമേഴ്സ് ലെസൺസ് നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.